എല്ലാവർക്കും മോഗ്ര വ്ളോഗേഴ്സിൻ്റെ ഒരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നും ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അത് എന്തിൻ്റെ വീഡിയോ ആണെന്ന് ചോദിച്ചാൽ ഇൻട്രൊഡ്യൂസ് എ ന്യൂ ടീം ടു ദ ടൂറിസ്റ്റ് ബസ് ഇൻഡസ്ട്രി ഇൻ തിരുവനന്തപുരം. അപ്പോൾ വെച്ചാൽ കേരളത്തിലൊരു പുതിയ ടീമിൻ്റെ, അതായത് ഒരു വേറെ ലെവൽ മാസ്മരികമായിട്ടുള്ള തരംഗം തീർക്കാൻ പോകുന്ന ഒരു ടീമിൻ്റെ ഒരു വണ്ടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ വെച്ചാൽ എല്ലാവർക്കും മോഗ്ര വ്ളോഗേഴ്സിൻ്റെ പുതിയ അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ കിടക്കുന്ന ചെക്കൻ്റെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ വെച്ചാൽ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നു തിരുവനന്തപുരത്തിലെ പുതിയ താരം, പുതിയ രാജാവ്. തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല നമ്മുടെ കേരളത്തിൻ്റെ പുതിയ രാജാവിനാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വെച്ചാൽ ഇൻട്രൊഡ്യൂസ് ഇമ്മാനുവേൽ. നമ്മുടെ തിരുവനന്തപുരത്തിന് ഈ തരംഗം സൃഷ്ടിക്കാൻ പോകുന്ന ഈ കൈകളിൽ നിന്നാണ് നമ്മൾ ഈ ചെക്കനെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ചേട്ടാ പേര് പറഞ്ഞു. എൻ്റെ പേര് ഷൈജു. വണ്ടിയുടെ എല്ലാ വല്ലാണ് നമുക്ക് പരിചയപ്പെട്ടിട്ട് ചേട്ടൻ്റെ കഥയൊന്ന് കേൾക്കാൻ വരാം. ചേട്ടാ പേര് പറഞ്ഞു. ഗോഡ്ബി. അപ്പോൾ ചേട്ടാ ഫസ്റ്റ് തന്നെ ചോദിക്കേണ്ട കാര്യം, ടൂറിസ്റ്റ് ബസ് മേഖലയിലേക്ക് വരാനുള്ള കാരണം? വളരെ ആഗ്രഹമുള്ളൊരു ഫീൽഡാണ് ടൂറിസ്റ്റ് ഫീൽഡ്. ഞാനിപ്പോൾ ഈ ഫീൽഡിൽ വന്നിട്ട് ഏതാണ്ട് 13 വർഷം ടൂറിസ്റ്റ്. ആദ്യം ഡ്രൈവറായിട്ട് വന്നു. ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ബസ് എടുക്കണം. അങ്ങനെ ഇപ്പം ആഗ്രഹിച്ചതുപോലെ ദൈവം ഒരു ബസ് തന്നു. അപ്പോൾ നമ്മുടെ ചേട്ടൻ പറഞ്ഞല്ലോ തന്നെ ആഗ്രഹമാണ് എല്ലാത്തിൻ്റെയും താക്കോലല്ലേ. നമ്മൾ ആഗ്രഹിച്ച് ഇങ്ങനെ ഒരു വണ്ടി കിട്ടിയപ്പോൾ എന്ത് തോന്നി? വളരെ സന്തോഷം തോന്നി. ചേട്ടാ പിന്നെ വണ്ടിയെക്കുറിച്ച് ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു വണ്ടിയാണ്. എനിക്ക് ഞാൻ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു. പിന്നെ ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറം നല്ലൊരു വണ്ടി ദൈവം എനിക്ക് തന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. ആ മുഖത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റിയ വണ്ടിയെക്കുറിച്ചുള്ള എല്ലാം. അപ്പോൾ ചേട്ടാ നിങ്ങൾ പറഞ്ഞോ, വണ്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോ. പൊളിയാണ്. സൗണ്ട് വർക്കിൻ്റെ കാര്യം പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. ചേട്ടാ സൗണ്ട് വർക്ക് ചെയ്തിരിക്കുന്ന അവിടെ? സൗണ്ട് വർക്ക് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള തരംഗമാണ് സൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെച്ചാൽ ഇപ്പോഴത്തെ നമ്മൾ ട്രെൻഡിങ് പോലെ തന്നെയാണ് സംഭവം. അതായത് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങാണ് വോക്കലിൽ അവരെ ഫ്രണ്ടിൽ നിന്ന് തന്നെ പറയും ഒരു രക്ഷയില്ല മച്ചാൻ വേറെ ലെവല്. ഇത് കോൺസെപ്റ്റ് എല്ലാം തരംഗത്തിലെ അവരുടെ തന്നെയാണ് തരംഗമാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോൺസെപ്റ്റിൻ്റെ വോക്കലിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് അങ്ങ് മണ്ടയ്ക്ക് നിന്നാലും വണ്ടി പറഞ്ഞാൽ അറിയാൻ പറ്റും. അത്രയ്ക്ക് ഉമ്മാതിരി വോക്കലാണ് വെച്ചാൽ ഈ വണ്ടിയിൽ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ വെച്ചാൽ നമ്മളെ ക്രൂവിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതെല്ലാമാണ്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ പുതിയ രാജാവിനെ മൊത്തത്തിൽ ഞങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ വെച്ചാൽ ഈ കിടക്കുന്നതാണ് ഐറ്റം. ഉമ്മാതിരി സാധനം എന്ന് പറഞ്ഞാൽ 2019 ഇറങ്ങിയ 180 വണ്ടിയാണ്. ഇമ്മാനുവൽ എന്നുള്ള പേരിൽ അവർ വേറെ ലെവലായിട്ട് വെച്ചിട്ടുണ്ട്. ഇമ്മാനുവലിൻ്റെ ആ ഒരു ഫോണ്ടും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ എങ്ങനെയുണ്ടോ ആ സാധനമാണ്. അതായത് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ വണ്ടിയിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഈ വണ്ടിയിലുണ്ടല്ലേ. അതെ, ആവശ്യത്തിൽ കൂടുതലുള്ള എല്ലാ കാര്യങ്ങളും ആവശ്യത്തിനുള്ളതുകൊണ്ട് ആവശ്യത്തിൽ അധികമുണ്ട്. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് തന്നെ എല്ലാം മാറുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ മാറ്റങ്ങൾ അനിവാര്യമാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഏറ്റവും നന്ന് പറയേണ്ടത് ബമ്പർ ലിപ്പിൽ തുടങ്ങും. കാരണം നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളുടെയൊക്കെ വേറൊരു ലെവലിലേക്ക് ആ മുഖം, ഈ പറയുന്ന ഇതിപ്പോൾ നമുക്ക് മുമ്പിൽ കാണുന്ന വെഗ മോഡലിനെ ആ ഒരു ലെവലിൽ ഈ ഒരു ബമ്പർ ലിപ്പ് ആ ഫേസിനെ മാറ്റി എന്നുള്ളതിന് ഒരു സംശയമില്ല. നിങ്ങൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അതായത് ഓരോ സമയത്ത് നമ്മളെ കാറുകളിലും ബൈക്കുകളിലും എന്ന പോലെ തന്നെ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൽ ഓരോ സമയത്ത് ഓരോ ട്രെൻഡ് വരും. അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മളൊരു ബസ്സിന് വേണം, അത് ഉണ്ടായാലും ബസ്സാവും എന്നുള്ള ഒരു ട്രെൻഡ് കൊണ്ടുവന്ന സാധനമാണ് ലിപ്പിൽ ഏത് വണ്ടി ഉണ്ടായാലും ഇപ്പോൾ എല്ലാ വണ്ടിയും ലിപ്പ് വയ്ക്കുന്നുണ്ട്. ലിപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ വണ്ടിയാക്കുന്നത് ഇപ്പോൾ ലുക്ക് നമ്മളെല്ലാ വണ്ടിയിലും ലിപ്പ് കണ്ട് ആ ഒരു ലുക്ക് നമ്മുടെ മനസ്സിലായിരിക്കുന്നതാണ്. അപ്പോൾ അച്ഛന്മാരെ ഈ വണ്ടിയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വെഗ ഫ്രണ്ടാണ്. അപ്പോൾ സൈഡും ബാക്കി ഫ്രണ്ടിൽ പറയാണ്ടല്ലോ എല്ലാ സാധനങ്ങളും ഉണ്ട്. ലുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഫ്രണ്ടിലുണ്ട്. അതുപോലെ സൈഡിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ മുന്നേ വെള്ളയിൽ വൈറ്റ് ബ്യൂട്ടി, അതായത് നമ്മുടെ ഗ്രാഫിക്സ് എല്ലാം മാറ്റിയിട്ട് വെള്ള വണ്ടികളായപ്പോൾ ലുക്കെല്ലാം പോകുമെന്ന് പറഞ്ഞവർക്കെല്ലാം ഈ ഒരു വെള്ള വണ്ടികൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും
വെള്ളയായാലും വെള്ളരിപ്രാവുകൾ എന്നും കിട്ടില്ല ലുക്കായിരിക്കും ഗൈസ്. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം കൂടെയാണ് വണ്ടി. വീൽ കപ്പ് നമുക്കറിയാം, നമ്മളൊരു വണ്ടി കാണുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് കാണുന്ന സമയത്ത് അതിൻ്റെ വീൽ കപ്പ് എപ്പോഴും നമ്മൾ ആകർഷിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആകർഷിക്കുന്ന രീതിയിലൊരു വീൽ കപ്പ് ഇവിടെ കിട്ടുന്നു. അത് വൈറ്റ് റെഡ് കളറിലാണ് അത് സാധനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ 3 സ്റ്റെപ്പ് ലൈറ്റും ഉണ്ട്. അതിൻ്റെ വണ്ടിയുടെ ഏറ്റവും പിറകു വശത്തിലേക്ക് വരുമ്പോൾ അവിടെ ട്രെൻഡ് അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഗൈസ്. മറ്റേ ലഡാക്കിലൊക്കെ പോകുമ്പോഴുള്ള തുണികളെ യാത്ര ചെയ്യുന്ന ആളുകളെല്ലാവരും ഇട്ടുന്ന തുണികൾ പണ്ട് തമിഴന്മാർ പേശ കിട്ടുന്ന സാധനത്താണ്. ഇപ്പം ഇതിനെന്തൊരു പേരുണ്ട്, ഇതിനെന്തോ ഒരു ഇതുണ്ട്. അതായത് റൈഡ് പോകുന്ന മറ്റേ മച്ചനെ പറഞ്ഞിട്ടുണ്ട്. ജമ്മു കാശ്മീർ അങ്ങനെ ഏത് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ആ സംസ്ഥാനങ്ങളുടെ സിമ്പിളായിട്ടാണ് ഇത് വയ്ക്കുന്നതെന്നാണ് അറിവ്. അതിൻ്റെ വീട് ഇന്നലെ കൂടെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ തുണിയുടെ പേരെന്ത് എന്തോ ഒരു പേരുണ്ടായിരുന്നു ഗൈസ്, മറന്നുപോയി. അപ്പോൾ വെച്ചാൽ ഇതാണ് അതിൻ്റെ ബാക്ക് വശം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ നമ്പർ KL21S88. അതൊരു ഫാൻസി നമ്പറാണ്, അത് എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ വെച്ചാൽ ബാക്കിൽ അവർ വേറെ വലുതായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഒന്നാമത് വണ്ടിയുടെ ബോഡി അവർ പ്രകാശ്, കുറേ പേരുടെ സ്വപ്നമാണ് കേസ് ഈ പ്രകാശ്. ആ പ്രകാശിൻ്റെ ബാഡ്ജിങ് അവർ പുറകെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോണ്ട് ഫോളോ മീ എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും മറ്റേ ഗ്ലാസ് പോർഷനിൽ അവർ എഡിഷൻ നെയിമായി വാർ മോങ്ങർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇമ്മാനുവൽ ട്രാവൽ ഹബ്ബ് അവരുടെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും അവരുടെ സ്ഥലം ചെമ്പൂർ, വെള്ളറട, ട്രിവാൻഡ്രം നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ബാക്കിൽ ഇമ്മാനുവൽ അവർ ബാഡ്ജിങ് പോലെ മോളിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ID എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ പിറകിൽ അവർ ഇപ്പോഴത്തെ ട്രെൻഡ് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വണ്ടി AC ആണ്. അപ്പോൾ ഇപ്പോഴത്തെ തിരുവനന്തപുരത്തിൻ്റെ കാലാവസ്ഥ ചുട്ടുപഴുത്ത കാലാവസ്ഥയാണ്. തിരുവനന്തപുരം മാത്രമല്ലേ മൊത്തം ചുട്ടുപഴുത്ത കാലാവസ്ഥയിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വണ്ടി ഉത്തമമായിരിക്കും. കാരണം AC ആണ്, AC വണ്ടിയാണ്. AC വണ്ടിയും നോർമൽ വണ്ടിയും വലിയ വ്യത്യാസം റേറ്റ് വരുന്നില്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അതുപോലെ ഈ ടൂറിസ്റ്റ് ബസ് ഫീൽഡിൽ എന്തൊക്കെ ട്രെൻഡ് ഉണ്ടോ അത് ആ ട്രെൻഡ് എല്ലാം ഇവർ ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് തിരുവനന്തപുരത്ത് തരംഗം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പുതിയ ടീം തന്നെയാണ് ഗൈസ് എമ്മാനുവൽ. അതാ അടക്കും എൻ്റെ മറ്റേ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു ലുക്കും കാണാൻ മനസ്സിലാവും. അമ്മാതിരി ഐറ്റമാണ് ഈ കിടക്കണേ. വേറെ ലെവലെന്ന് പറഞ്ഞാൽ അവന് പറയേയില്ല ഗൈസ്. വണ്ടി കണ്ടപ്പോഴും ആ ഒരു വോക്കൽ കേട്ടപ്പോഴെന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നേ എവിടെ നിന്നതോ അങ്ങ് മണ്ടയിൽ നിൽക്കുന്നവർക്ക് കേൾക്കാൻ പറ്റും. അത്രയ്ക്ക് അമ്മാതിരി വോക്കലാണ് തരംഗം ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. വോക്കലിൻ്റെ കാര്യം പറയുമ്പോൾ വെറുതെ തള്ളുന്നതാണെന്ന് അറിയണ്ടേ. അപ്പോൾ അതിൻ്റെ വോക്കലിൻ്റെ വിഷ്വലൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ വണ്ടിയുടെ ഇൻറ്റീരിയർ, അത് പുറത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടൊന്ന് ചില്ലടിച്ചിട്ട് വരുമ്പോഴത്തേക്കും വണ്ടിയുടെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. കണ്ടതെല്ലാം ട്രെയിലറാണ് ഗൈസ്, ഇനിയാണ് കാണാൻ പോകുന്നത്. സിനിമ പുറകെ വരുന്നേ ഉള്ളൂ. അപ്പോൾ വെച്ചാൽ നിങ്ങൾ ഔട്ട്ഡോർ ഒന്ന് കണ്ടിട്ടോ. ഇന്റീരിയറിനകത്ത് പറയുമ്പോൾ ഇന്റീരിയർ കാണാം. അപ്പോൾ വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ടിൽ ക്യാബിനാണ്, അതായത് വണ്ടി പ്രാന്തന്മാർക്ക് എപ്പോഴും ക്യാബിൻ കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടുള്ളതല്ലേ. അപ്പോൾ ഫ്രണ്ട് ക്യാബിനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ 180യുടെ സ്റ്റിയറിംഗ് ഇവിടെ ഉണ്ട്, വോൾവോ ഡാഷ് ക്യാബിൻ എല്ലാം ഉണ്ട്. അപ്പോൾ വെച്ചാൽ എന്തുകൊണ്ടും ക്യാബിൻ വരെ ട്രെൻഡാണ്. ക്യാബിനിലേക്ക് വരാം. നമ്മൾ വണ്ടി ഓടിക്കുന്ന വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഈ ചെക്കൻ്റെ സ്റ്റിയറിംഗിൻ്റെ ഇവിടെയൊക്കെ എല്ലാം വന്ന് വീഡിയോ എടുക്കാൻ. അപ്പോൾ വെച്ചാൽ നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സാധനങ്ങളെക്കാൾ കൂടുതലാണോ കുറവാണെന്നറിയണ്ടേ? അത് എങ്ങനെയായിരിക്കും പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഉണ്ട് ഇതിനകത്ത്. ഡബിൾ ഗ്യാരണ്ടി. കണ്ടതൊക്കെ ട്രെയിലറാണ് ഗൈസ്, ഇനി കാണാൻ പോകുന്നതാണ് സിനിമ. മച്ചാൻ ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ. അതായത് ഈ ട്രെൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ
വെളിയിൽ നിന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെയാണ് നമ്മളെ വെളിയിൽ നിന്ന് പറഞ്ഞ, അതായത് എല്ലാത്തിലും ഇപ്പോഴത്തെ ട്രെൻഡിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ വണ്ടിയിലുണ്ടെന്ന് പറഞ്ഞില്ലേ. അത് വെളിയിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, അകത്തും അങ്ങനെ തന്നെയാണ് ഗൈസ്. ഇവിടെ ഒരു സാധനം നമ്മളെ ഡാൻസ് കളിക്കുന്ന ഡാൻസ് ബാർ വരെ എൻ്റെ അകത്തുണ്ട്. അപ്പോൾ വെച്ചാൽ വരെ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. അതായത് 2019 വണ്ടിയാണ് കേസ് ചെയ്തത്. അതായത് 2024 നമ്മളെ 2024 ടൂറിസ്റ്റ് ബസ് ഫീൽഡിൽ എന്തൊക്കെ ട്രെൻഡ് ഉണ്ടോ ആ ട്രെൻഡ് എല്ലാം അവർ ഈ വണ്ടിക്കകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേസ്. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. നമുക്ക് ഏറ്റവും ബാക്കിലോട്ട് പോകാം എന്തായാലും. ചേട്ടാ വർക്കിൻ്റെ കാര്യം ഒന്ന് പറയൂ, എന്തൊക്കെ ഉണ്ടെന്ന്? വർക്ക് ഇതിനകത്ത് ഇപ്പോൾ ടൂറിസ്റ്റ് ഫീൽഡിൽ ടൂറിസ്റ്റ് ബസ്സിനകത്ത്, അതായത് കോളേജുകളിൽ ആഗ്രഹിക്കുന്ന എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. ഉണ്ട്. ഇനി എന്തെങ്കിലും വരാനുണ്ടോ? അപ്ഡേഷൻ എന്തെങ്കിലും വരാനുണ്ട്? അപ്ഡേഷനായിട്ട് ചെയ്യാനുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഇതില്ലേ, ഗവൺമെന്റിന്റെ കുറെ തീരുമാനങ്ങളുണ്ട്. അതനുസരിച്ച് നിയമത്തിനോടൊപ്പം നമ്മളും യാത്ര ചെയ്യും. അതാണ് അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്. നിയമത്തിനോടൊപ്പമായിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നത്. അതായത് ഇതുവരെ കണ്ടതെല്ലാം പൊയ്യാണ്. ഇനിയാണ് നിജം കാണാൻ പോകുന്നത് അല്ലേ? ട്രെയിലർ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, സിനിമ ഇനി പിറകെ വരുന്നുണ്ട്. അപ്പോൾ ചേട്ടാ, പിന്നെ ഈ വണ്ടി വന്നപ്പോൾ, വണ്ടി AC അല്ലേ? AC വണ്ടിയാണ്. അപ്പം എന്തായാലും നമ്മൾ വെളിയിൽ വെച്ച് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചൂട് കാലത്ത് AC വണ്ടി അത്യാവശ്യമാണ് കേസ്. അപ്പം AC ട്രിപ്പുള്ളവരും അല്ലാത്ത ട്രിപ്പുള്ളവരൊക്കെ വിളിച്ചാൽ കിട്ടില്ലായിട്ട് വൈബ് ട്രിപ്പ് നമ്മൾ സമ്മാനിക്കുന്നതാണ് അല്ലേ ചേട്ടാ? ഉറപ്പായിട്ടും. ചേട്ടാ, പിന്നെ ഈ ഒരു ഇങ്ങനൊരു വണ്ടി കിട്ടി, നല്ലൊരു വണ്ടി ആഗ്രഹിച്ച പോലെ കിട്ടി, ഇപ്പം എന്താണ് ഒരു ഫീൽ? വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ ഫീൽഡിൽ ഈ 2024 മറ്റ് വണ്ടികൾക്കൊപ്പം എനിക്കും നിൽക്കാൻ പറ്റും. ആ ഒരു സന്തോഷമുണ്ട്. അതാണ്. എഡിഷൻ നെയിം എന്തുവായിരുന്നു? വാർമോങ്ങർ. അതാരായിരുന്നു പേരിട്ടെ? നമ്മുടെ ചെക്കൻ ഫഹത്ത്. അതെന്തോടെ അങ്ങനെ ഒരു പേരിടാനുള്ള കാരണം? ചുമ്മാ എന്റെ അർത്ഥം അറിയാവോ? എന്താ? യുദ്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന യോദ്ധാവാണല്ലേ? േണ്ട കാര്യം തന്നെയാണ് കേസ്. അതായത് ടൂറിസ്റ്റ് ബസ് മേഖല എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിലൂടെ മാത്രമേ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റൂ. പോരാടി അതായത് ആഗ്രഹിച്ച് ഓരോ വണ്ടികളും എടുത്തിട്ട് അത് പോരാട്ടം കൊണ്ട് മാത്രമേ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അത് വണ്ടിയെ കുറിച്ച് വേറെ എന്തൊക്കെയാണ് പറയാനുണ്ട്? വണ്ടി ഒക്കെ പൊളിയാണ്, ഒന്നും പറയാനില്ല. എടാ, നിനക്ക് എന്തുണ്ട്? പക്ക സാധനം, വേറെ ലെവലല്ലേ? അതിന് നമുക്ക് ഈ വണ്ടിയിലല്ലാത്ത എൻ്റെ കൂടെ വന്നൊരു ചെറുക്കൻ്റെ അടുത്ത് ഈ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാലോ? അപ്പോ പറയലേ, വണ്ടി എങ്ങനെ ഉണ്ടാ? കൊള്ളാം. എങ്ങനെയുണ്ട്? ട്രിപ്പ് പോവാം. എങ്ങോട്ട് മോഹൻലാലിന്റെ ആസ്ഥാന മാനേജർ പറഞ്ഞിട്ടുണ്ട് അടുത്ത പാക്കേജ് സെറ്റ് ആണെന്ന്. പാക്കേജ് വിളിച്ചില്ലെങ്കിൽ ഇവനെ പറഞ്ഞാൽ അതെണ്ണ. അപ്പോൾ ഗൈസ്, മോഹൻലാലിന്റെ പാക്കേജ് പറഞ്ഞാൽ പിന്നെ വേറെ വിഷയമില്ല. വണ്ടി ഇഷ്ടപ്പെട്ടെന്നാണ് പറയണേ. ഇഷ്ടപ്പെട്ടാ? പാക്കേജ് കൊടുക്കുമോ? കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? നിന്നെ അടിക്കണം. അപ്പോൾ ചേട്ടാ, വണ്ടി എങ്ങനെയുണ്ട് കണ്ടിട്ട്? വണ്ടി അടിപൊളിയാണ്. ഞാൻ ബസ്സിന്റെ കിളിയാണ്. അപ്പം പിന്നെ പറഞ്ഞോ, ട്രിപ്പൊക്കെ പോകുമ്പോൾ എങ്ങനെയുണ്ട് വണ്ടി? അത്യാവശ്യം മാർക്കുള്ള വണ്ടിയാണ്. ഇത്ര ദിവസം പോയതിൽ ഒരു ഫോൾട്ട് പോലും വരാത്തതും അത്യാവശ്യം മാർക്കുള്ള വണ്ടിയാണ്. അല്ലേ? യാത്ര ചെയ്യുന്നവരൊക്കെ എന്ത് പറയുന്നുണ്ട്? യാത്ര ചെയ്യുന്നവർക്ക് ഒരു അടുത്തും അവർ ഈ ബസ്സിനെ പിടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോണത്. കുഴപ്പമില്ലാതെ. ഇപ്പോൾ AC ട്രിപ്പൊക്കെ പോകുന്നുണ്ടല്ലോ? അത്യാവശ്യം പോകുന്നുണ്ട്. അപ്പോൾ വെച്ചാൽ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങും. അതായത് ഇപ്പോഴത്തെ ട്രെൻഡിൽ വണ്ടിയിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഈ വണ്ടിയിലുണ്ട് ഗൈസ്. അതായത് ഇപ്പോൾ AC ആണ് ഇട്ടിരിക്കുന്ന ഗൈസ്, ജസ്റ്റ് ചില്ലായിട്ടുണ്ട്. അതുപോലെ തന്നെ TVയും മറ്റേ വാട്ടറിൻ്റെ കൂളറും എല്ലാ സെറ്റപ്പും ഉണ്ട് ഗൈസ്. അതായത് വണ്ടിക്കകത്ത് കയറിയ മച്ചാനെ ഒന്നും നോക്കാനില്ല. കോളേജ് ട്രിപ്പായാലും സ്കൂൾ ട്രിപ്പായാലും ഫാമിലി ട്രിപ്പായാലും എല്ലാം മാരകമായിട്ടാണ് ഗൈസ് ഇതിൻ്റെ അകത്തുള്ളത്. അത് കടയും സാധനം കണ്ടോ? ഇതെല്ലാം ഈ ഒരു വണ്ടിയുടെ പ്രത്യേകതയാണ്. അതായത് ഇത്രയേ ഉള്ളൂ 2019 വണ്ടി. 2024 എന്തൊക്കെ ട്രെൻഡ് ഉണ്ടോ, ടൂറിസ്റ്റ് ബസ് ട്രെൻഡിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഈ വണ്ടിയിലുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം തിരുവനന്തപുരത്തിൻ്റെ അഭിമാനം തന്നെയാണ് ഗൈസ്, തരംഗത്തിൻ്റെ സെറ്റ് വർക്ക്. ഒരു രക്ഷയില്ല. ആ ഒരു വോക്കൽ ക്വാളിറ്റി മാത്രം മതി ഈ വണ്ടിയുടെ പ്രത്യേകത പറഞ്ഞറിയിക്കാം.
പാട്ടാ പോറാ. Yes. അപ്പോൾ നമ്മുടെ ചെമ്പൂരുള്ള ഈ ഒരു ഇമ്മാനുവൽ ഹോളിഡേയ്സിൻ്റെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്മളിവിടെ ലിങ്കിൽ അവരുടെ നമ്പരും മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം ഫുൾ കൊടുക്കുന്നുണ്ട്. ഏത് ആവശ്യത്തിനും എപ്പോഴും ഏത് പാതിരാത്രിയും വിളിക്കാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും മോഗ്ര വ്ളോഗേഴ്സിൻ്റെ മറ്റൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് അത് പറ ഞാനും മറന്നു. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഒരു സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര വ്ളോഗേഴ്സ്. ബൈ ബൈ.